ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എത്തീരിയം ഇ ടി എഫ്സ് ഇപ്പം എത്തീരിയം സ്പോട്ട് ഇ ടി എഫ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ച് വല്ല അപ്ഡേറ്റ് വരുമോ എന്നറിയില്ല. അതുപോലെ തന്നെ എത്തീരിയം ഇ ടി എഫിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ എത്തീരിയം ഇ ടി എഫ്, ബിറ്റ്കോയിൻ ഇ ടി എഫ് എന്ന് പറയുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എത്തീരിയം ഇ ടി എഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേൾക്കണം എത്തീരിയം ഇ ടി എഫ് വരും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പല റൂമേഴ്സും സൊലാന ഇ ടി എഫ് എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്തെന്നെ പറഞ്ഞാലും കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഇ ടി എഫ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. സ്പോട്ട് ഇ ടി എഫ് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇ ടി എഫ് അങ്ങോട്ട് ലോഞ്ച് ആയി കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ ഭയങ്കര ബുള്ളിഷ് ആയിരിക്കും, ഭയങ്കര രീതിയിൽ എത്തീരിയം ഒക്കെ പമ്പാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അടിപറ്റിട്ടുണ്ടാവും. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഇ ടി എഫ് അപ്രൂവ് ആയ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്ലി മാർക്കറ്റ് ചെറിയ രീതിയിൽ ക്രാഷ് ആവുമായിരുന്നു. 3500 പ്ലസിൽ ഉണ്ടായിരുന്നു, 3400. വലിയ രീതിയിൽ ക്രാഷ് നല്ല കറക്ഷൻ എടുക്കുകയാണ്. നല്ല രീതിയിലൊരു ബുള്ളിഷ് മൊമെന്റ് നമ്മൾ കാണാൻ പറ്റിയില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ചില ആൾക്കാരും അയ്യോ എന്ത് പറ്റി എന്നുള്ള രീതിയിലായിരിക്കും. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലും എല്ലാത്തിലും പറയുന്ന ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ്. അതായത് ബൈ ദ റൂമർ സെൽ ദ ന്യൂസ് എന്ന് പറയും. അതായത് എന്തെങ്കിലും റൂമർ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് മാർക്കറ്റ് പമ്പ് ആവാറുണ്ട്. ഇപ്പം ട്രംപിന്റെ ഇലക്ഷനെ കുറിച്ച് നിങ്ങൾ കാണാം, മാർക്കറ്റൊക്കെ ഭയങ്കരമായിട്ട് പമ്പ് ആവുന്നുണ്ട്. ട്രംപിന്റെ ടോക്കണും ഒരുപാട് കോൺസെപ്റ്റിൽ ട്രംപ് കോൺസെപ്റ്റിൽ ഒരുപാട് മീം ടോക്കൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതും പമ്പ് ആവുന്നുണ്ട്. കാരണം റൂമർ ട്രംപ് പ്രസിഡന്റ് ആവും, ബിറ്റ്കോയിൻ കോൺഫറൻസിൽ വരും, പുള്ളി ബിറ്റ്കോയിൻ വലിയ സംഭവത്തിൽ മീൻസ് ബിറ്റ്കോയിൻ സപ്പോർട്ടറാണ്, മാക്സി ആണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് റൂമേഴ്സ് ആണ്. ലൈക്ക് പുള്ളി പറയുന്നുണ്ട്, അപ്പോൾ ഒരുപാട് പേര് ആ ഒരു പോസിറ്റീവ് തോട്ടോടുകൂടി മാർക്കറ്റ് പമ്പാവും. വൺസ് പുള്ളി പ്രസിഡന്റായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെറിയ രീതിയിൽ ആദ്യം ഒരു പമ്പ് വന്നെങ്കിൽ പിന്നീട് കറക്ഷൻ കാണാം. കാരണം ഓൾറെഡി റൂമർ കഴിഞ്ഞ ആ സമയത്ത് റൂമർ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ബൈ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഇതൊരു റൂമർ എന്നുള്ളത് ഒരു വാസ്തവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റൂമർ സത്യമാവും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടാവും. സത്യമായി കഴിഞ്ഞാൽ അവരെല്ലാം പ്രോഫിറ്റ് എടുക്കും. സോ ആ സമയത്ത് ചെറിയ രീതിയിലൊരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നമ്മൾ നോക്കിക്കണ്ട് തന്നെ കാണണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറയണം, എത്തീരിയം ഇ ടി എഫ് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും ഇ ടി എഫ് ഒക്കെ വരും എന്ന് പറഞ്ഞ് മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് ആവും എന്ന് പ്രതീക്ഷിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു ഇത് നമ്മൾ കാണാൻ പറ്റാഞ്ഞത് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് എത്തീരിയത്തിന്റെ ഈ ഒരൊറ്റ ദിവസത്തെ ട്രേഡിങ്ങിൽ തന്നെ ഏകദേശം 106.7 മില്യൺ ഇൻഫ്ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത്രയും വലിയൊരു ഇൻഫ്ലോസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് എത്തീരിയത്തിന്റെ പ്രൈസ് ഇപ്പോഴും പോകുന്നില്ല, പമ്പായിട്ടില്ല, മീൻസ് ഇപ്പോഴും ആ റേഞ്ചിൽ തന്നെ കിടക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ബൈ ദ റൂമർ സെൽ ദ ന്യൂസ് എന്നുണ്ട്. പ്ലസ് വേറെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് വന്നപ്പോഴും ഇതിനകത്തൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഒരു ട്രേഡിംഗ് എന്നുള്ള രീതിയിലെല്ലാം ചെറിയ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട്, കാരണം ഒരു മാർക്കറ്റ് ക്രാഷ് വരുന്നു, കുറെ ആൾക്കാരിൽ എന്താ പറയുക ലിക്വിഡേഷൻ പോയിന്റ് ഒക്കെ മീൻസ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് റീറ്റെയിലേഴ്സ് ചെയ്യുന്നുണ്ടാവും. സോ തീർച്ചയായിട്ടും അതൊക്കെ എടുത്തിട്ട് വേണം ഇനി വലിയ വലിയ ഫണ്ട്സ് വരുന്നുണ്ടെങ്കിൽ. സോ ആ ഒരു രീതിയിൽ തന്നെ ഹോൾഡേഴ്സ് ആ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് മാർക്കറ്റിന് വലിയ രീതിയിലൊരു എത്തീരിയത്തിന്റെ മാർക്കറ്റിൽ വലിയ രീതിയിലൊരു സംഭവം വരാഞ്ഞത്. ലൈക്ക് പിന്നെ ചിലരെന്താ വെച്ചാൽ ഈ പറഞ്ഞ റൂമേഴ്സ് എത്തീരിയം ഇ ടി എഫ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എത്തീരിയം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ വൺസ് അത് ലോഞ്ച് ആയ ഉടനെ തന്നെ ചെറിയ രീതിയിൽ റാലി തന്നപ്പം അവർക്ക് ഇതിന് മുൻപേ വാങ്ങി വെച്ചായിരിക്കും. 2600 ആ റേഞ്ചിലൊക്കെ ആയപ്പോൾ വാങ്ങി വെച്ചായിരിക്കും. സോ ആ സമയത്ത് വന്നു പമ്പായി 3500 വന്നു പറഞ്ഞപ്പോൾ അവർ സെല് ചെയ്തിട്ടുണ്ടാവും. ഇനി തിരിച്ച് റീറ്റെയിലേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വേണം. റീറ്റെയിലേഴ്സ് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ കൂടി ഇൻവോൾവ് ആവണം. അങ്ങനെ ആകുമ്പോഴാണ് മാർക്കറ്റ് കറക്റ്റ് ആയിട്ടുള്ളൂ. ഇപ്പം FIIക്കാർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് വേണമല്ലോ കൊണ്ടുപോകാൻ. സോ ആ ഒരു ഇത് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ലോ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ട് തന്നെ, റീറ്റെയിലേഴ്സ് ലോ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നല്ല ടോക്കൺ അല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവരെല്ലാവരും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലുവൻസ് ഇതാണ് സംഭവം, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇൻഫ്ലുവൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ ആൾക്കാർ ഫണ്ട് വരുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ റീറ്റെയിലേഴ്സും അതുപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടേക്ക് വരുമ്പോഴാണ് മാർക്കറ്റ് ഒരു ഈക്വൽ ആയിട്ടൊരു ഡമ്പൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. സോ അതുകൊണ്ടാണെന്നാണ് പല എക്സ്പേർട്സും പറയുന്നത്. സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ എത്തീരിയത്തിന്റെ ഒരു സംഭവം നമ്മൾ കാണാൻ കഴിയാഞ്ഞത്. ഇവന് എത്തീരിയത്തിന് ചെറിയൊരു അനാലിസിസ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിവിടെ കാണുകയാണെങ്കിൽ ഇവിടെ കുറേ കളേഴ്സൊക്കെ കാണും. പക്ഷേ ഈ മഞ്ഞ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല സ്ക്രീനിൽ. നിങ്ങൾ മഞ്ഞ കൺസിഡർ ചെയ്യേണ്ട. ഇപ്പം ഇത് ഞാൻ 4 hour ടൈം ഫ്രെയിമിലാണ്. മഞ്ഞ എന്ന് പറയുന്നത് 1 day ടൈം ഫ്രെയിമിൽ വെച്ചേക്കണ ഡിമാൻഡ് സോൺസ് ആണ്. സോ മാർക്കറ്റ് ഇങ്ങോട്ടൊക്കെ പോവാം എന്ന രീതിയിലാണ്. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പാനിക് ആവും. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ 2300 റേഞ്ചിലേക്കൊക്കെയാണ്. സോ മേ ബി അതൊക്കെ അടുത്തൊരു ബിയർ മാർക്കറ്റിലായിരിക്കാം ചിലപ്പോൾ ഇവിടെ പോകുന്നുണ്ടാവുക. വൺ ഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി തട്ടാവുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഒരു ഡിസിഷണൽ സോൺ എന്ന് പറയാൻ പറ്റില്ല. ഡിസിഷണൽ സോൺ എന്ന് പറയുന്നത് 3000 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും എത്തീരിയത്തിൻ്റെ പ്രൈസ് തിരിച്ച് വന്നിട്ട് വീണ്ടും മേലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് ഫണ്ട് ഇവിടെ വെച്ചിട്ട് കാണും. കാരണം ഒരുപാട് പേര് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് 3000 സ്റ്റോപ്പ് ലോസ് വെച്ച് കാണും. സോ അതെല്ലാം എടുത്തിട്ടായിരിക്കും തിരിച്ച് പോകുന്നുണ്ടാവുക. സോ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ വൺ ഡേ ചാർട്ടിൽ നിങ്ങൾ നോക്കണം.
ഈ സെന്റർ നമ്മൾ നോക്കേണ്ട കാരണം SMT എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് വെച്ചേക്കുക. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ സോണാണ്, അത് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ബിയർ മാർക്കറ്റിൽ ഉണ്ടാവും പ്രതീക്ഷിക്കാം. ഈ ഒരു റേഞ്ചിലേക്ക് വരുമോ അറിയില്ല, 2800 വരുമോ അറിയില്ല. മേ ബി ഇവിടെ നിന്ന് ഒരു വിക്ക് വന്ന് ഇത് തട്ടി ഇതും കൂടി പോയിട്ട് പിന്നെ ഒറ്റ സോൺ മാത്രമായി നിൽക്കാനും സാധ്യതകളുണ്ട്. അത് നമുക്ക് നോക്കാം. ഇപ്പം 4 hourൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 1 ഡേയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 ഡേ ചാർട്ട് എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷാണ്, ഇവിടെ ഭയങ്കരമായിട്ട് ബുള്ളിഷാണ്. എന്നാൽ 4 hourലെ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയറിഷ് മാർക്കറ്റാണ്. എത്തീരിയത്തിന് നമുക്ക് ബുള്ളിഷ് അല്ല, ബിയറിഷ് ആണ്. ഇവിടുന്ന് മുതൽ മാർക്കറ്റ് ഒരു ബിയറിഷ് മോഡിലേക്കാണ് വന്നേക്കുന്നത്. സോ ഈ ഒരു മോഡിലേക്ക് വരുമ്പം ഇനി നമ്മൾ താഴത്തേക്ക് കറക്ഷൻ വരും. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഒരു കറക്ഷൻ സോണിലേക്ക് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ ഒരു സോണിലേക്ക് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു 3560, ഈ ഒരു റേഞ്ച് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കണത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിയണം, എന്നാലാണ് വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 3628. സോ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇപ്പം ബുള്ളിഷ് ട്രെൻഡിൽ നിന്ന് ബിയറിഷ് ട്രെൻഡിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോവുകയാണ് എന്നൊരു ഏകദേശം ഐഡിയ പറയാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രോബിലിറ്റി ആണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോയി കറങ്ങി തട്ടി ഈ ഒരു റേഞ്ച് തട്ടി വീണ്ടും താഴത്തേക്ക് വരാം, എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ സോണിലേക്ക് ടാപ്പ് ചെയ്തിട്ട് പോവാനും സാധ്യതകളുണ്ട്. സോ അത് നമ്മൾ നോക്കുക. ഈ സോണിലേക്കല്ല, സോറി, ഇവിടെ വന്ന് തട്ടിപ്പോയി ഇവിടെ തട്ടി താഴത്തേക്ക് വന്ന് വീണ്ടും ഒരു കറക്ഷൻ ഇങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു സോൺ ഇവിടെ മാർക്ക് ചെയ്തിട്ട് വേണം മാർക്കറ്റ് പമ്പാവാനും സാധ്യതകളുണ്ട്. സോ ഇതാണ് എത്തീരിയത്തിൻ്റെ 4 hourൻ്റെയും 1 day ചാർട്ടിൻ്റെയും ടൈം ഫ്രെയിം. സോ ഇപ്പം 4 hourൽ ബിയറിഷ് ട്രെൻഡ് ആണ്. സോ ഓൾമോസ്റ്റ് നമ്മളുടെ ഡിമാൻഡ് സോണിലാണ്, സപ്ലൈ സോണിലാണ്. ഈ സപ്ലൈ സോൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ താഴത്തേക്ക് വരും, അല്ലെങ്കിൽ 60 ഞാൻ പറഞ്ഞ 3628 എന്നുള്ളത് 3630 തന്നെ വെച്ചു. അത് ബോഡി ബ്രേക്കോട് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് സൈക്കിൾ നമുക്ക് കാണാം. ചിലപ്പോൾ വലിയൊരു ക്യാൻഡിൽ വന്നാൽ മതി, വലിയ രീതിയിലൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മറികടക്കാൻ പറ്റും. ക്രിപ്റ്റോയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞ അനാലിസിസ് ഒക്കെ അത്രത്തോളം വർക്ക് ആവില്ല, എന്നാലും ഹോപ്പ്ഫുള്ളി നല്ലത് നടക്കുന്ന പ്രതീക്ഷിക്കാം. പിന്നെ ബിറ്റ് കോയിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഇപ്പം പറയണത് ഇങ്ങനെ ഒരു സംഭവമാണെങ്കിലും ഒരു 72Kയിലേക്കൊക്കെ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഞാൻ ജസ്റ്റ് നിർത്തി നോക്കുകയാണെങ്കിൽ ഇതിപ്പം 4 hour ചാർട്ടിൽ മാത്രമേ ഞാൻ അനലൈസ് ചെയ്തേക്കണം. 4 hour ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു റേഞ്ച് 63,900 ആ റേഞ്ചിലേക്ക് തിരിച്ച് വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഒരു ബിഗ് റിജക്ഷൻ വന്നിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇത് ഇവിടെ വന്ന് തട്ടി വീണ്ടും പോവാം, കാരണം ഇതൊരു എക്സ്ട്രീം സോൺ അല്ല, ഡിസിഷണൽ സോണാണ്. ഇതിൻ്റെ എക്സ്ട്രീം സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ഇവിടെ തട്ടി മേലേക്ക് പോകാനും സാധ്യതകളുണ്ട്, കാരണം ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഐഡിയം ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. സോ ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. സോ ഈ ഒരു ലോ, ഈ ഒരു ബ്രേക്ക് കൺഫേം, ഇവിടെ ബ്രേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്ക് ലോ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ലോയിലെ ഇതാണ് എക്സ്ട്രീം സോണും ഡിസിഷണൽ സോണുമായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു ഭാഗത്ത് തട്ടിയിട്ട്, അതായത് 63,500 to 64,300 ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്ന് റീബൗണ്ട് ചെയ്ത് പോകാൻ പ്രതീക്ഷയുണ്ട്. ഇഫ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയൊരു ചോയ്സായി, കാരണം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാറി ചോദിച്ചാൽ. കാരണം ഇപ്പം മാർക്കറ്റ് 4 hourലും ബുള്ളിഷിലേക്കാണ് പോകുന്നത് ബിറ്റ് കോയിൻ. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഇത് കൺഫേം ആയി, ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. സോ ഈ ഒരു ലോയും ഹൈയും തമ്മിലുള്ള ഒരു സോൺ എന്ന് പറയുന്നത് മിറ്റിഗേറ്റ് ആവാത്ത ഒരു സോൺ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. സോ ഇവിടെ തട്ടി മേലേക്ക് പോവാം. ഇഫ് ഇത് തട്ടാണ്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ബോഡിയോടുകൂടി ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് വരണം, കാരണം അപ്പോൾ നമുക്ക് ഇതൊരു ചോച്ചായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. എന്നിട്ട് വീണ്ടും ഇവിടെ തട്ടി പോകുമോ നോക്കാം. അതല്ല ഇതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ബ്രേക്ക് ഓഫ് ട്രെൻഡ് മാറി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയാണെന്ന് പറയാം ബിറ്റ് കോയിൻ. സോ ഇതാണ് ബിറ്റ് കോയിൻ്റെ ഒരു അനാലിസിസ്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് അഡോപ്ഷൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫെറാറി യൂറോപ്പിലൊക്കെ ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ അത് നല്ലൊരു ന്യൂസാണ്. ഫെറാറി പോലുള്ള ഒരു ലക്ഷറി കാർ മാർക്കറ്റേഴ്സ് ഇവർ ക്രിപ്റ്റോ പേയ്മെൻറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വിച്ച് ഈസ് എ ഗുഡ് സൈൻ ഫോർ അഡോപ്ഷൻ. സോ അത് നല്ലൊരു ന്യൂസ് തന്നെയാണ്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്. പിന്നെ നമ്മുടെ ജോ ബിഡൻ്റെ കേസുകളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ട്രംപ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മോണോപ്പൊളി ഒറ്റയ്ക്കാണെന്നാണ്. കാരണം രണ്ടുപേരും കോമ്പിനേഷൻ്റെ ആയിരുന്നു. ബിഡൻ മാറിയതുകൊണ്ട് കമല ഹാരിസ് ആണ് ഇപ്പം പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായി നിൽക്കുന്നത്. സോ പുള്ളിക്കാരി ഈ പറഞ്ഞ ബിറ്റ് കോയിൻ ട്രംപ് ആക്ച്വലി 27th നാഷ്വില്ലിലാണോ ഐ തിങ്ക് നാഷ്വില്ലിലാവണം, ബിറ്റ് കോയിൻ കോൺഫറൻസ് നടക്കുന്നുണ്ട്. സോ അവിടെ വരില്ല, വിൽ നോട്ട് സ്പീക്ക് അറ്റ് നാഷ്വില്ലിൽ തന്നെയാണ്. സോ ഇവിടെയാണ് കോൺഫറൻസ് നടക്കുന്നത് 27th. അന്ന് ബിറ്റ് കോയിനിൽ ട്രംപ് പ്രസംഗിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പം കമല ഹാരിസും പ്രസംഗിക്കും എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഒരു ന്യൂസ് പറഞ്ഞത് കമല ഹാരിസ് പ്രസംഗിക്കുന്നുണ്ടാവില്ല എന്ന് പറയുന്നത്. സോ അത് മാർക്കറ്റിൽ ട്രംപ് ഒറ്റയ്ക്ക് വീണ്ടും ഭയങ്കര ബുള്ളിഷാണ് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. സോ അതൊരു ന്യൂസ് ആക്കി എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ന്യൂസ് നെഗറ്റീവ് വന്നതുകൊണ്ട് ഒരുപാട് പേര് കമല ഹാരിസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ട്രംപ് പോസിറ്റീവ് പറയുമ്പോൾ കമല ഹാരിസ് നെഗറ്റീവ് പറയും എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് വന്നിരുന്നു.
പക്ഷെ കമലാരിസ് ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു സൈൻ തന്നെയാണ് കാണുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ബിറ്റ് കോയിൻ ETF അപ്രൂവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു എത്തീരിയം എന്ന് പറഞ്ഞു. ഇപ്പോൾ എത്തീരിയം അപ്രൂവ് ആയപ്പം വീണ്ടും സൊലാനയുടെ ETF സ്പെക്കുലേഷൻസ് എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പം നമുക്ക് സൊലാനയിൽ ഭയങ്കര ഇതിലൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. വൺസ് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു കറക്ഷൻ എടുക്കും. സ്വാഭാവികമായിട്ടും സെൽ ദ ന്യൂസ് എന്നുള്ള രീതിയിലേക്ക് വരും. സോ ഇങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഹോപ്പ്ഫുള്ളി ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.